ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ് മീ അനന്തു. എടാ മക്കളെ, നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമുകളെല്ലാം ഇങ്ങ് അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. വളരെ കുറച്ച് ദിവസങ്ങളും കൂടിയുള്ളൂ നമ്മുടെ എക്സാമിലേക്ക്. എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചുരുക്കം എന്ന് പറഞ്ഞാൽ 2 ആഴ്ചയും കൂടെ മാക്സിമം നമുക്കുള്ളൂ. സോ നമ്മുടെ മോഡൽ എക്സാമുകൾക്ക് ഉടനെ തന്നെ നെക്സ്റ്റ് വീക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മാത്സിനെ സംബന്ധിച്ച് പുതിയ പുതിയ ഇൻഫർമേഷൻസ് നിങ്ങൾ കേൾക്കാൻ ഇടയുണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇതുവരെ നടന്നിരുന്ന എക്സാം പോലെയല്ല മാത്സിൻ്റെ എക്സാമിന് പുതിയ രീതിയിലുള്ള പാറ്റേൺ ചേഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ്. മക്കളെ, എങ്കിലും കൂടുതൽ കുട്ടികൾക്ക് ടെൻഷൻ ആകുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. ഞാൻ നിങ്ങളോട് പറയാനുള്ള കാര്യം, എടാ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ പ്രശ്നമില്ല. നിങ്ങൾക്ക് കാര്യം അറിയാതെ ടെൻഷൻ അടിക്കില്ല. ഇതിങ്ങനെ പുതിയ പാറ്റേൺ ആണ്, പുതിയ രീതിയിലാണ് എക്സാം വരുന്നതെന്നൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഞാൻ പറയാം എന്താണെന്നുള്ളത്. എടാ, നേരത്തെ കഴിഞ്ഞ വർഷം വരെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ തരും. നമ്മുടെ തിയറി എക്സാം എഴുതുന്ന പോലെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് അത് വെച്ചാണ് നിങ്ങൾ ലാബ് എക്സാം ചെയ്യാനായിട്ട് കയറുന്നത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞാൽ ടിക്കറ്റ് നിങ്ങൾക്ക് തരും. നിങ്ങളുടെ അടുത്തിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യനൊക്കെ ടിക്കറ്റ് തരുന്നത്. സോ അത് ചെയ്താൽ മതി. അങ്ങനെയായിരുന്നു നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തവണ തൊട്ട് ചെറിയൊരു മാറ്റം വരുവാണ്. വേറൊന്നുമല്ല, നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നമില്ല. കയ്യിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൽ കിട്ടും. അത്രയേ ഉള്ളൂ വ്യത്യാസം. അതിൽ നോക്കിക്കൊണ്ട് പഴയ പോലെ ചെയ്യുക. ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ചിലരുടെ ഡൗട്ടുകൾ ഞാൻ കമൻ്റ് ആയിട്ട് കണ്ടു. കാരണം കറണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഓൺലൈൻ എക്സാം അവിടെ സ്റ്റക്ക് ആകത്തില്ലേ? എടാ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം, ഇത് ഓൺലൈൻ എക്സാം അല്ല. കാരണം നമ്മൾ ഓൺലൈൻ എക്സാം നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. കാരണം കമ്പ്യൂട്ടർ ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമിന് വല്ല പ്രശ്നം വരുമോ, എക്സാം സ്റ്റക്ക് ആവുമോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ലടാ. എടാ, ഇവിടെ ഉള്ള എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൽ യാതൊരുവിധ ഇൻ്റർനെറ്റ് സംവിധാനം ആവശ്യമില്ല ഈ എക്സാം എഴുതാൻ. ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ യഥാർത്ഥമായിട്ടുള്ള കാര്യം പറയാം. ഇത് ശരിക്കും ചെയ്യേണ്ട ടീച്ചർമാർക്കാണ് ഇതിൻ്റെ യഥാർത്ഥ പണി. കാരണം തലേ ദിവസം ഇവർ ഈ ഫുൾ സിസ്റ്റത്തിൽ നിങ്ങൾ എക്സാമിന് ചെയ്യാനിരിക്കുന്ന ഫുൾ സിസ്റ്റത്തിൽ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ഓരോ ബാച്ചിലെ കുട്ടികളെ അലോട്ട് ചെയ്ത് ഇതെല്ലാം ടീച്ചേഴ്സ് ചെയ്യേണ്ട പരിപാടിയാണ്. ടീച്ചേഴ്സിനാണ് ശരിക്കും പറഞ്ഞാൽ പണി. ഇതെല്ലാം ചെയ്ത് എല്ലാ കമ്പ്യൂട്ടറിലും മാറി മാറി ഇൻസ്റ്റാൾ ചെയ്ത് കുട്ടികളെ അലോട്ട് ചെയ്ത് തലേ ദിവസം തയ്യാറാക്കി വെക്കും. ഓക്കെ, അതിനുള്ള ട്രെയിനിങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. ടീച്ചേഴ്സ് വരെ ഇപ്പോൾ അതിനെപ്പറ്റി പഠിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നമില്ല. ഇവരിതെല്ലാം ചെയ്ത്, കാരണം ഓൺലൈൻ ഇൻ്റർനെറ്റുമായിട്ട് യാതൊരുവിധ കണക്ഷനും ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത് വെച്ച ശേഷം നിങ്ങൾ എക്സാമിന് ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾ നേരെ കമ്പ്യൂട്ടറിന് മുമ്പിൽ ചെന്നിരിക്കും. അപ്പം നിങ്ങളുടെയൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു 8 ലാബുകൾ പഠിച്ചാൽ മതി എന്നല്ലേ. കഴിഞ്ഞ വർഷം പോലെയല്ല, ഇത്തവണ 8 ലാബ് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ മതി. അപ്പോൾ അത് എന്നോട് ചില കുട്ടികൾ ചോദിക്കുന്നുണ്ട്, സാറേ ഏതൊക്കെയാണ് 8 ലാബ്? അങ്ങനെയല്ലട മക്കളെ. ടോട്ടൽ നമുക്ക് ഏകദേശം 10-20ഓളം ലാബുകളുണ്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയേഴ്സിലെ കുറേ ലാബുകളും സെക്കൻഡ് ഇയേഴ്സിലെ ലാബുകളുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇഷ്ടമുള്ള 8 എണ്ണം നിങ്ങളുടെ ടീച്ചേഴ്സിന് ചൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഒരു 4 എണ്ണം പക്ഷേ +1-ലായിരിക്കണം, 4 എണ്ണം +2-ലായിരിക്കണം. അത് കമ്പൽസറി ആണ്. അപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേണേൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ആവശ്യപ്പെടാം, ടീച്ചറെ നമുക്ക് അത് ചെയ്യാം, എളുപ്പമുള്ള ഏതാണെന്ന്. നിങ്ങൾ പൊതുവെ കമ്പ്യൂട്ടർ ലാബിൽ ഇരിക്കുമ്പോൾ ടീച്ചറിന് മനസ്സിലാകുമല്ലോ. അപ്പോൾ ആ എളുപ്പമുള്ള 4 എണ്ണം ടീച്ചർ സെലക്ട് ചെയ്യും, +1-ലെ സെലക്ട് ചെയ്യും, +2-ലെ സെലക്ട് ചെയ്യും. എന്നിട്ട് ഈ 4 എണ്ണം 8 എണ്ണം ടീച്ചേഴ്സ് ഓൾറെഡി തലേ ദിവസം തന്നെ കമ്പ്യൂട്ടറിൽ കൊടുക്കും. ഏതാണ് ക്വസ്റ്റ്യൻ അല്ല, ഏത് ലാബാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് കമ്പ്യൂട്ടറിൽ കൊടുക്കും. ഓക്കെ, അപ്പോൾ 8 എണ്ണം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ പറയുന്നത് എല്ലാ സ്കൂളിലും, കേരളത്തിലുള്ള എല്ലാ സ്കൂളുകളിലും ഒരേപോലെ ആയിരിക്കത്തില്ല. ഇപ്പം എൻ്റെ സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ ഉള്ള പോലെ ആയിരിക്കത്തില്ല മറ്റൊരാളുടെ സ്കൂളിലുള്ളത്. മനസ്സിലായോടാ? ഇപ്പോൾ പിന്നെ കുറേയൊക്കെ എല്ലാ സ്കൂളുകളിലും ഒരേപോലെ വരാനുള്ള സാധ്യതയുള്ള കുറേ ലാബുകളുണ്ട്. ഏതാണ്? ലാബ് 1 വളരെ എളുപ്പമുള്ള വാല്യൂ ഓഫ് ഫംഗ്ഷൻ, ലാബ് 2 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ്. ചില സ്കൂളുകളിൽ 3rd ഗ്രാഫ് പുതുതായിട്ട് ആഡ് ചെയ്ത ലാബാണ് ഫങ്ഷൻസ്, ഡൊമൈൻ ആൻഡ് റേഞ്ച്. അത് ചില സ്കൂളുകളിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ചില സ്കൂളുകളിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. ചില സ്കൂളുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ട്രിഗ്നോമെട്രി ഫംഗ്ഷനാണ്, ചില സ്കൂളുകളിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ മക്കളെ, ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടമുള്ള 4 എണ്ണം +1-ൽ നിന്ന് ഇഷ്ടമുള്ള 4 എണ്ണം +2-ൽ നിന്ന് ചൂസ് ചെയ്ത് ടീച്ചറെ സെലക്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പിറ്റേ ദിവസം എക്സാമിന് ചെന്നിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറൊക്കെ അടിച്ചു കൊടുത്ത് നിങ്ങൾ കയറിയിരിക്കും. അപ്പോൾ ഈ 8 എണ്ണം നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടല്ലോ. ആ 8 എണ്ണത്തിൽ നിന്ന് ഇഷ്ടമുള്ള 6 എണ്ണം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ തീരുമാനിക്കും ഏത് ചോദിക്കണം എന്നുള്ളത്. സോ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഇഷ്ടമുള്ള 6 എണ്ണം, ആ 8 എണ്ണത്തിൽ നിന്നും 6 എണ്ണത്തിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തയ്യാറാക്കി തരും.
അതാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് ഈ സോഫ്റ്റ്വെയർ കൊണ്ടുള്ള കാര്യം. അല്ല ചുമ്മാ PDF ഓപ്പൺ ആക്കാൻ വേണ്ടിയല്ല ഈ സോഫ്റ്റ്വെയർ. ആ 8 നിന്നും 6 ക്വസ്റ്റ്യൻസ് ടീച്ചേഴ്സിനും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ഇരിക്കുമ്പോഴായും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അത് സാധാരണ പോലെ PDF പോലെ നമുക്കിങ്ങനെ വരും. ക്ലോസ് ചെയ്യാം, മിനിമൈസ് ചെയ്യാം, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് 8 നിന്ന് 6 കമ്പ്യൂട്ടർ തന്നെ തീരുമാനിച്ച്, സോഫ്റ്റ്വെയർ തന്നെ തീരുമാനിച്ച് നിങ്ങൾക്ക് 6 തരും. അതിൻ്റെ അകത്ത് 4 നിങ്ങൾ എഴുതിയാൽ മതി. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 8 ടീച്ചേഴ്സ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് തരും. അതിൻ്റെ അകത്തെ 6 നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്ത് തരും. അതിൻ്റെ അകത്ത് 4 നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് 4 നിങ്ങൾ എഴുതിയാൽ മതി. ഇഷ്ടമുള്ള 4 എഴുതാം. ഒരെണ്ണത്തിന് 8 മാർക്ക് വീതമാണ്. സോ 8 × 4 32 മാർക്കാണ് ടോട്ടൽ ലാബിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. ബാക്കി 4 മാർക്ക് ലാബിൻ്റെ റെക്കോർഡിനും വൈവയ്ക്കുമാണ്. അപ്പോൾ ടോട്ടൽ അങ്ങനെയാണ് 40 മാർക്ക്. മനസ്സിലായല്ലോ കാര്യങ്ങൾ? ഡൗട്ടുകൾ ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെന്നിരുന്നിട്ട് അപ്പോൾ ഇത് പുതിയതായിട്ട് ഈ ലാബിനകത്ത് ഇങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ മക്കളെ ഒറ്റ ഉത്തരം പറയാം, ഒരു പ്രശ്നവുമില്ല. കുറച്ചുകൂടി എളുപ്പമാവുകയാണ് ചെയ്തത്. കാരണം ലാബ് ചെയ്തവർക്ക് മനസ്സിലാകും. എടാ മക്കളെ, ഞാൻ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ഞാൻ ലാബ് അപ്ലോഡ് ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞായിരുന്നു കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ കണ്ടു കാണും. ആ പരിപാടി നിങ്ങൾക്ക് എക്സാമിന് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അവർ പറയത്തില്ല ഇന്നത് ടൈപ്പ് ചെയ്യാൻ. അത് നേരെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് Ctrl+C അടിക്കുക, അപ്പോൾ കോപ്പി ആവും. എന്നിട്ട് നേരെ നമ്മുടെ ഇൻപുട്ട് ബാർ വന്നിട്ട് Ctrl+V അടിക്കുക, അപ്പോൾ പേസ്റ്റ് ആവും. നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായില്ലടാ. നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണമായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് മറ്റേ LPP എന്ന് പറയണ ആ ഒരു ലാബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫുൾ ഇനീക്വാളിറ്റി അടിച്ചു കൊടുത്തതിന് ശേഷം ആൻഡ് പിന്നെ ഇനീക്വാളിറ്റി, പിന്നെയും ഈ ഇക്വേഷൻ മുഴുവൻ അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, കോപ്പി പേസ്റ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് തന്നെയല്ലേ സുഖം അല്ലേടാ? അപ്പം അതിനെപ്പറ്റി ഒരു ടെൻഷനേ വേണ്ടെന്ന് പറയാനാണ് ഞാൻ വന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ചോദിക്കാനുള്ള മക്കളെ, നമ്മൾ ലാബ് ഓൾറെഡി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ കുട്ടികൾക്ക് അത് ഹെൽപ്ഫുൾ ആണെന്ന് പറയുന്നുണ്ട്. നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് ഇപ്പം 2-3 വീഡിയോസ് ഞാൻ ഇട്ടപ്പോൾ വരുന്നത്. എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന്. സോ മുന്നോട്ടുള്ള ദിവസങ്ങളിലും ഞാൻ കൂടുതൽ ലാഭമായിട്ട് വരുന്നുണ്ട്. സമയക്കുറവ് കാരണമാണ് ഞാനിത് ചെയ്യാനായിട്ട് ഇച്ചിരി വൈകുന്നത്. പക്ഷേ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും നിങ്ങളുടെ ആ ഒരു എന്താ പറയണത് മനസ്സിലാവുന്നുണ്ടെന്ന് ആ ഒരു ഫീഡ്ബാക്കും കാണുമ്പോഴാണ് കൂടുതൽ ചെയ്യാനായിട്ട് തോന്നുന്നത്. അപ്പോൾ മക്കളെ, ഞാൻ ഇടവിട്ട് എല്ലാ 20 ലാബും ചെയ്യേണ്ട കാര്യമില്ല. കാരണം എല്ലാ ലാബും ഒന്നും ആവശ്യമില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം മക്കളെ, നിങ്ങൾ 2-3 കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യണം. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ സ്കൂളിൽ ഏത് ലാബാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ടൈപ്പ് ചെയ്യുക, കമൻ്റായിട്ട് ഇടുക. ഒന്നാമത്തെ കാര്യം. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ കുട്ടികളുടെ സ്കൂളിൽ വരുന്ന ഒരേ ലാബുകൾ നമുക്ക് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ചെയ്യാം. ഓക്കെ അല്ലേ? കുറേയൊക്കെ നമുക്കറിയാം ഏതൊക്കെ ലാബുകൾ വരുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടവിട്ട് ചെയ്യുന്നത്. സോ അത് നമുക്ക് ചെയ്യാം. രണ്ടാമത്തെ കാര്യം മക്കളെ, സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടിക്കണം. ഓക്കെ, പലരും സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെയാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് മക്കളെ കൂടുതൽ കുട്ടികളിലേക്ക് എത്തുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. അല്ലാതെ ഇതിന് സബ്സ്ക്രിപ്ഷൻ കൂടാനല്ല. കൂടുതൽ കുട്ടികളിലേക്ക് എൻ്റെ ഈ ഒരു എന്താ പറയുക ചാനൽ എത്തണം. എനിക്ക് കൂടുതൽ കുട്ടികളിലേക്ക് ഇറങ്ങി ചെന്ന് പഠിപ്പിക്കാൻ പറ്റണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ മക്കളെ? നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ലാബ് ഏതാണ്. അപ്പോൾ അതിൽ സെലക്ട് ചെയ്ത് ഞാൻ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തരുന്നതായിരിക്കും മക്കളെ. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ലാതെ കൺസെപ്റ്റ് പഠിപ്പിക്കാവോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 2023-ലെയും 2024-ലെയും ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി. അത് തന്നെയായിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേംസ് മാത്രം മാറ്റിയായിരിക്കും 2025 ചോദിക്കാൻ പോകുന്നതെന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ കൺസെപ്റ്റും കൂടെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക് അല്ലേ? എൻ്റെ ക്ലാസ്സുകൾ കണ്ട കുട്ടികൾക്കാണെങ്കിൽ മനസ്സിലാവും. സോ അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള 2 പ്ലേലിസ്റ്റുകൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ഒരെണ്ണം 2023 PYQവും 2024 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും. ഓക്കെ, അപ്പോൾ അത് കണ്ട് നിങ്ങൾക്ക് നല്ല വിശദമായിട്ട് പഠിക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ജിയോജിബ്ര ഫസ്റ്റ് ഞാനൊരു വീഡിയോയിൽ തന്നെ വേണം, ഇതിൻ്റെ താഴെ ഞാൻ ആ ലിങ്ക് തരാം. ഏതാണ്? നിങ്ങളുടെ വിൻഡോസിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ നിങ്ങളുടെ ജിയോജിബ്രയുടെ ആപ്ലിക്കേഷൻ, ആ ഒരു ലിങ്ക് ഞാൻ തരാം. സോ ജിയോജിബ്ര അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി ജിയോജിബ്ര ക്ലാസിക് 5. സോറി, ജിയോജിബ്ര ക്ലാസിക് 5 അല്ലല്ലോ, ജിയോജിബ്ര ക്ലാസിക് 5. അതെ, ക്ലാസിക് 5 എന്ന് പറയുന്ന എഡിഷനെ ഡൗൺലോഡ് ചെയ്യാവുള്ളൂ. സാധാരണ ക്ലാസിക് ഡൗൺലോഡ് ചെയ്യില്ല. ക്ലാസിക് 5 എന്ന് പറയുന്ന ഒരു എഡിഷൻ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. ക്ലാസിക് 5 എന്നാണോ ജിയോജിബ്ര 5 എന്നാണോ ഓർക്കുന്നില്ല. ഏതായാലും ആ ഒരു എഡിഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. സോ അത് വേണം. അതിലാണ് നമുക്ക് കുറച്ചൊരു ഉബുണ്ടുവായിട്ട് സാമ്യമുള്ളൊരു സോഫ്റ്റ്വെയർ. ഞാൻ അതിലാണ് ചെയ്യുന്നത്, ഞാൻ വിൻഡോസിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉബുണ്ടു ഇല്ലെന്ന് കരുതി ആരും ടെൻഷൻ അടിക്കണ്ട. എന്നിട്ട് ഞാൻ തരുന്ന ലാബുകൾ അതേപോലെ തന്നെ മക്കളെ നിങ്ങൾ
നിങ്ങളുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ചെയ്ത് നോക്കുക. ഇനി അതില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു ജിയോ ജീബ്ര എന്ന് ചുമ്മാ ഫോണിൽ അടിച്ചു കൊടുത്താൽ അതിൽ വരും. പക്ഷെ അത് ഉബുണ്ടുമായിട്ട് നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട്. പക്ഷെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഒട്ടും പറ്റാത്തവർക്ക് അത് ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാരുടെയൊക്കെയോ എവിടെയെങ്കിലും പോവുക, കമ്പ്യൂട്ടർ ഇല്ലാത്ത കുട്ടികൾ, എന്നിട്ട് ചെയ്ത് പഠിക്കുക. അല്ലെങ്കിൽ വേണ്ട സ്കൂളിൽ പോയിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ചെയ്ത് തന്നെ പഠിക്കണം. വളരെ കുറച്ച് ദിവസങ്ങളുള്ള മക്കളെ 32 മാർക്ക് ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരും. അത് സിമ്പിളായിട്ട് വാങ്ങിത്തരും. അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചോണം. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിക്ക് ആകത്തില്ല, കാരണം എന്താ മനസ്സിലാകത്തില്ല. അതെന്താണ്, ചെയ്ത് നോക്കാത്തതുകൊണ്ടായിരിക്കും. സോ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ കൺസെപ്റ്റ് അറിയാനുണ്ട്, അതും കൂടെ അതിൻ്റെ കൂടെ പഠിക്കണം. പിന്നെ വേറൊരു കാര്യം കുട്ടികൾ ചോദിക്കുന്നത്, സാറേ വൈവ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരുമോ? എടേ വൈവ ക്വസ്റ്റ്യൻ ഓർത്ത് ടെൻഷൻ ഒരിക്കേണ്ട കാര്യമില്ല. എടാ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങളോട് ചെല്ലുമ്പോൾ സാർ ചോദിക്കും, ഇപ്പം മറ്റേ ഇൻ്റഗ്രലിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ തന്നെ ഇൻ്റഗ്രലിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഇൻ്റഗ്രൽ a to b f of x dx. അത് ഏതൊരാൾക്കും ഇൻ്റഗ്രൽ പഠിച്ച ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്, അറിയേണ്ട കാര്യമാണ്, ബേസിക് ആയിട്ടുള്ള കാര്യമല്ലേ, അത് ചോദിക്കാം. ഇനി അല്ലെങ്കിൽ നമ്മുടെ ഡൊമെയിൻ കണ്ടുപിടിക്കണം എങ്ങനെയാണ്, ഡൊമെയിൻ ആൻഡ് റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കുക ഒരു ഗ്രാഫിൽ നിന്ന്? അത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. എങ്ങനെയാണ് നമുക്ക് എക്സ് ആക്സിന്റെ വാല്യൂസ് അല്ലേ, അല്ലെങ്കിൽ വേണ്ട വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റോ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റോ വെച്ച് കണ്ടുപിടിക്കാൻ നമുക്ക് പറയാം. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ കൺസെപ്റ്റുകളാണ് വൈവയായിട്ട് ചോദിക്കുന്നത്. ഈ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വൈവയായിട്ട് ചോദിക്കുന്നത്. പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം അറിയാമോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് വൈവ. മനസ്സിലായോ? അതാണ് ഈ വൈവയുടെ മീനിങ്. അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ ടെൻഷൻ അടിക്കേണ്ട. വൈവ ക്വസ്റ്റ്യൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ എടാ എനിക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾക്ക് വരുന്ന എക്സാമിനർ വരുന്ന ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അത് എന്ത് വേണമെങ്കിലും ആകാം. പുള്ളിക്ക് അപ്പം തോന്നുന്ന എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. അതൊരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മക്കളെ. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, കാര്യം അറിഞ്ഞ് പഠിക്കുക, ഓരോന്നും ചെയ്യാൻ പഠിക്കുക. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ്റെ വീഡിയോ ചെയ്തു ലാബിനകത്ത്. അതിൻ്റെ അകത്തെ എക്സ് ആക്സിസിലെ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും എന്ത്, കോസ്. അത് നിങ്ങളോട് ചോദിക്കാം എക്സാമിനർക്ക്. അതിൻ്റെ വൈ കോർഡിനേറ്റ് ആയിരിക്കും എന്ത്, സൈൻ. ആ വീഡിയോ കണ്ടവർക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എടാ അതാണ് വൈവിയായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. മനസ്സിലായോ? അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് വേണേൽ തിരിച്ചും മറിച്ചും ചോദിക്കാം. അപ്പം ഞാൻ പറയുന്നത് ടെൻഷൻ അടിക്കേണ്ട. ഈ 8 ലാബ് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ടീച്ചേഴ്സ് സ്കൂളിൽ തരും. ഇപ്പോഴും കുറേ കുട്ടികൾ പറയുന്നുണ്ട് ടീച്ചേഴ്സ് തന്നിട്ടില്ല. മക്കളെ അത് ടീച്ചേഴ്സ് തരും. കാരണം 8 ലാബ് തന്നാൽ മതി. അത് സിമ്പിളായിട്ടുള്ള ലാബുകളായിരിക്കും സെലക്ട് ചെയ്യുന്നത്. സോ അത് മാത്രം പഠിച്ചുകൊണ്ട് പോവുക. അപ്പം ഞാൻ പറഞ്ഞു, വീണ്ടും ഞാൻ പറയാണ്, നിങ്ങൾക്ക് സ്കൂളിൽ തന്നിട്ടുള്ള ലാബുകളൊന്ന് കമൻറ്റ് ചെയ്യണം മക്കളെ. മാക്സിമം അത് തന്നെ ചെയ്ത് സെറ്റാക്കാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം ടെൻഷൻ ഒന്നും അടിക്കണ്ട. കൂടെ കൂടിക്കാൻ മക്കളെ. സബ്സ്ക്രൈബ് ചെയ്ത് കൂളായിട്ട് നമുക്ക് പഠിക്കാം. ഈ ലാബ് കഴിഞ്ഞ ശേഷം നമ്മുടെ മെയിൻ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തും. അതിൻ്റെ എക്സാം പാറ്റേൺ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് ഞാൻ വരും. ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന കിടിലൻ ചാപ്റ്ററിൻ്റെ ഒരു റിവിഷൻ ക്ലാസ് നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ അത് ഉടനെ തന്നെ ലാബ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവും. സോ കൂടെ കൂടിക്കോ മക്കളെ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.